ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പോൾ ഇന്ന് നമ്മളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു അനക്ഡോട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഫോഫി ബൈ ട്രെവർ നോവ. അപ്പം നിങ്ങളുടെ യൂണിറ്റ് 1 ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദ മിറർ വിത്തിൻ, ദാറ്റ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി യൂണിറ്റ് 1, ദ മിറർ വിത്തിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പിക്ചർ കാണാം. ദിസ് ഇസ് എ പെയിൻറ്റിങ് ആൻഡ് ദ നെയിം ഓഫ് ദ പെയിൻറ്റിങ് ദി ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ 1881. അപ്പോൾ 1881 ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബൈ, ഇതാരാണ് ഇത് പെയിൻറ് ചെയ്തത്? എമിലി റിനോഫ്. ആൻഡ് എമിലി റിനോഫ് 1845 to 1894. അപ്പം എമിലി റിനോഫ് ആരായിരുന്നു എന്ന് നോക്കാം. വാസ് എ ഫ്രഞ്ച് പെയിൻറ്റർ നോൺ ഫോർ ഹിസ് റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണൽ പെയിൻറ്റിങ്സ്, എക്സ്പെഷ്യലി സീൻസ് ഷോയിങ് ഓർഡിനറി പീപ്പിൾ, ഫിഷർമെൻ, വർക്കേഴ്സ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്സ്. അപ്പം എമിലി റിനോഫ് ഒരു ഫ്രഞ്ച് പെയിൻറ്ററാണ്. അപ്പോൾ അദ്ദേഹം കൂടുതലും പെയിൻറ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, സാധാരണ ആൾക്കാരുടെ കാര്യങ്ങൾ, ഓർഡിനറി പീപ്പിൾ, ഫിഷർമെൻ, അതായത് മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ, സാധാരണ വർക്കേഴ്സ്, പിന്നെ കുടുംബ റിലേഷൻഷിപ്സ്, ഫാമിലി റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള പെയിൻറ്റിംഗ് ആണ് ഇദ്ദേഹം കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പിക്ചർ നോക്കിക്കേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പിക്ചർ, ഈ ഒരു പെയിൻറ്റിങ് ദ ഹെൽപ്പിംഗ് ഹാൻഡ്, അവിടെ നോക്കിയ ഒരു പെൺകുട്ടി തൻ്റെ മുത്തച്ഛനെ സഹായിക്കുകയാണ്. എന്തിന്? വള്ളം തുഴയാനായിട്ട് സഹായിക്കുകയാണ്. അപ്പം ഞാനതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് പെയിൻറ്റിങ് റിനോഫ് ഷോസ് എൻ ഓൾഡ് ഫിഷർമാൻ ആൻഡ് എ യങ് ചൈൽഡ് ഇൻ എ ബോട്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ഒരു ഓൾഡ് ഫിഷർമാനും ഉണ്ട്, പിന്നെ ഒരു യങ് ചൈൽഡും ഉണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ദ ചൈൽഡ് ഹെൽപ്പ് ദി ഫിഷർമാൻ വിത്ത് ദ ഓർ, സിംബലൈസിങ് ലവ്, സപ്പോർട്ട്, ഇന്നസെൻസ് ആൻഡ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ജനറേഷൻസ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണ് അല്ലേ. ഒരാൾ ഓൾഡ് ഏജിലുമാണ്, മറ്റേ പെൺകുട്ടിയാണെങ്കിൽ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ജനറേഷൻ്റെ ഒരു കോഓപ്പറേഷൻ അവിടെ കാണാം. കുട്ടി സഹായിക്കുകയാണ്, തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായമാണ് ആ മുത്തശ്ശന് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഈ തുഴയാൻ സഹായിക്കുന്ന ആ ഒരു യന്ത്രത്തിനെ, അല്ലെങ്കിൽ ആ ഒരു തടി കഷ്ണത്തിനെ ലവായിട്ടും സപ്പോർട്ടായിട്ടും ആ കുട്ടിയുടെ ഇന്നസെൻസുമായിട്ടൊക്കെ നമുക്കൊന്ന് സിംബലൈസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇനി നിങ്ങളുടെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും ഫൂഫി. അതൊരു അനക്ഡോട്ടാണ്, ഒരു സ്റ്റോറിയാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ട്രെവർ നോയയുടെ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? തിങ്ക് ഓഫ് ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഓഫേർഡ് യു എ വാല്യുബിൾ ലെസൺ ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ച ഒരു അനുഭവം കാണുമല്ലോ, അതൊന്ന് തിങ്ക് ചെയ്യുക, അതൊന്ന് ഓർത്ത് നോക്കൂ എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ സച്ച് എക്സ്പീരിയൻസസ് ഹെൽപ്പ് ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്സ്. അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആരോഗ്യകരവും ദൃഢവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ലെറ്റ് us read an anecdote about one such experience. അപ്പോൾ പറയുകയാണ്, അത്തരം ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അനക്ഡോട്ട്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്, അതായത് ഒരു ചെറിയ റിയൽ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഫൂഫി ബൈ ട്രെവർ നോവ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ട്രെവർ നോവ ആരാന്നറിയാമോ? അദ്ദേഹം വാസ് ബോൺ ഇൻ ജോഹന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച ഒരാളാണ്. ഹാസ് എ വെൽ നോൺ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൊമൻറ്റേറ്ററാണ്, അതുപോലെ ഓതർ, എഴുത്തുകാരനുമാണ്. The anecdote Fufi is from his memoir Born a Crime, Stories from a South African Childhood. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറിപ്പിൻ്റെ മെയിൻ റൈറ്റിംഗ് ആയിട്ട് വരുന്നത് ബോൺ എ ക്രൈം, സ്റ്റോറീസ് ഫ്രം എ സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഫൂഫി വരുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ പുസ്തകത്തിലേക്ക് നോക്കിക്കോ. എ മന്ത് ആഫ്റ്റർ വി മൂവ് ടു ഈദൻ പാർക്ക്, മൈ മദർ ബ്രോട്ട് ഹോം 2 cats. എന്താണ് പറയുന്നത്? അപ്പം ട്രെവർ പറയാണ്, ഞങ്ങൾ ഈദൻ പാർക്കിലേക്ക് താമസം മാറി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ വീട്ടിലേക്ക് 2 പൂച്ചകളെ കൊണ്ടുവന്നു. ബ്യൂട്ടിഫുൾ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതീവ മനോഹരമായ ജീവികൾ. അപ്പോൾ കൊണ്ടുവന്ന ക്യാറ്റ് ബ്ലാക്ക് ക്യാറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് you wouldn't dare own a cat, especially a black cat. അപ്പം
കറുത്ത വർഗ്ഗക്കാരുടെ പ്രദേശത്ത് ഇവർ താമസിക്കുന്നത്. ഒരു ബ്ലാക്ക് നെയ്ബർഹുഡാണ് അവർക്കുള്ളത്. അപ്പോൾ ഒരു പൂച്ചയെ വളർത്താൻ പോലും ആളുകൾ ആ ഒരു സമയത്ത് ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പം റേസിസമാണ് അവിടെ വരുന്നത്. പൂച്ചയുടെ കളർ എന്താണ്? കറുപ്പാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കറുത്ത ആൾക്കാർ താമസിക്കുന്ന ആ ഒരു പ്രദേശത്ത് അവർക്ക് ഒരു കറുത്ത പൂച്ചയെ വളർത്താനൊന്നും പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാ? നോക്കിയാലോ. ദാറ്റ് they would be like wearing a sign that said hello I am a witch. അപ്പോൾ ഒരു കറുത്ത പൂച്ച ഉണ്ടെങ്കിൽ നമ്മളൊരു സൈൻ ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് പോലെ, അതായത് ഹലോ ഐ ആം എ വിച്ച്, ഞാനൊരു വിച്ചാണ്. വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു മന്ത്രവാദിയാണ് എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ് വീട്ടിൽ പൂച്ചയുള്ളത് എന്നാണ് ട്രെവർ പറയുന്നത്. Since we had moved to a colored neighborhood, my mom thought the cats would be okay. അപ്പം ട്രെവർ പറയാണ്, ഞങ്ങൾ കളേർഡ് ആയിട്ടുള്ള നെയ്ബർഹുഡിലേക്ക് മാറി. അതായത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന, കളേർഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അപ്പം അവിടെ പൂച്ചകൾക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് അമ്മ കരുതി. പറയാണ്, once they were grown, we let them out during the day to roam the neighborhood. അപ്പം എന്താണ്? once they were grown, അപ്പം അവ വളർന്നതിന് ശേഷം പകൽ സമയങ്ങളിൽ അവയെ അയൽപക്കത്ത് സ്വതന്ത്രമായി ചുറ്റി നടക്കാൻ ഞങ്ങൾ അനുവദിച്ചു. അപ്പം കൊച്ചു പൂച്ചകളായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തും പോയിക്കോട്ടെ, റോം ചെയ്തോട്ടെ, അതായത് സ്വതന്ത്രമായി നടന്നോട്ടെ എന്ന് കരുതി അവർ വിട്ടയക്കുമായിരുന്നു. Then one evening we came home to find something terrible had happened. Both the cats had been killed. On our front wall, someone had written in Afrikaans, hex, witch. That means witch. അപ്പം എന്താ? Then one evening, ഒരു വൈകുന്നേരം അവർ വീട്ടിലെത്തിയപ്പോൾ എന്താണ്? സംതിങ് ടെറിബിൾ, ഒരു ഭയാനകമായ ഒരു കാഴ്ചയാണ് അവരെ കാത്തിരുന്നത്. എന്താണ് ആ ഭയാനകമായ കാഴ്ച? 2 പൂച്ചകളെയും ആരോ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തെ മതിൽ എന്നിട്ട് ആഫ്രിക്കാൻസ് എന്ന് എഴുതി വെച്ചു. ആഫ്രിക്കാൻസ് ഭാഷയിൽ എഴുതി വെച്ചു. എന്ത്? ഹെക്സ് എന്ന്. നോക്കി ആ ബോളിൽ ആ പിക്ചർ കണ്ടില്ലേ? അതുപോലെ പൂച്ചകളെ കൊന്നിട്ട് വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചു. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഹെക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിച്ച്, മന്ത്രവാദി എന്ന അർത്ഥം. അപ്പൊ പൂച്ചകളെ കൊന്നിട്ട് ഇവരെ മന്ത്രവാദി എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ട് ആരോ അങ്ങനെ എഴുതി വെച്ചു. After the cats were killed, we took a break from pets for a while. അപ്പോൾ പൂച്ചകളെല്ലാം കൊല്ലപ്പെട്ടതിന് ശേഷം കുറച്ചു കാലത്തേക്ക് ഇവരെന്ത് ചെയ്തു? വളർത്തു മൃഗങ്ങളെ വളർത്തുന്നതൊന്ന് നിർത്തിവെച്ചു. Almost every black family I knew had a dog. അപ്പോൾ പറയാണ്, എനിക്കറിയാവുന്ന മിക്ക കറുത്ത വർഗ്ഗ കുടുംബങ്ങൾക്കും ഒരു നായെങ്കിലും ഉണ്ടായിരുന്നു. No matter how poor you were, you had a dog. അപ്പോൾ എന്താണ്? എത്ര ദരിദ്രരായാലും അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു നായ ഉണ്ടായിരുന്നു. White people treat dogs like children or members of the family. അപ്പം വെളുത്ത ആളുകൾ, വെള്ളക്കാരായ ആൾക്കാർ എങ്ങനെയാണ് നായകളെ നോക്കിയിരുന്നത്? സ്വന്തം മക്കളെ പോലെയോ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയൊക്കെ ആയിരുന്നു അവർ നോക്കിയിരുന്നത്. Black people's dogs are more for protection, a poor man's alarm system. So poor man's alarm system, അതായത് കറുത്ത വർഗ്ഗക്കാരൻ എപ്പോഴും നായ എന്ന് പറയുന്നത് ഒരു സുരക്ഷയായിരുന്നു, ഒരു അലാറം സംവിധാനം പോലെയായിരുന്നു അവർക്ക്. അപ്പം വെളുത്ത വർഗ്ഗക്കാർ പട്ടികളെ, അതായത് നായക്കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച് വീട്ടിലെ ഒരാളെ പോലെ വളർത്തുമ്പോൾ കറുത്ത വർഗ്ഗക്കാർ അവർക്കൊരു സംരക്ഷണം തരുന്ന ഒരു മൃഗമായിട്ട് ആണ് ഇതിനെ കണ്ടിരുന്നത്. You buy a dog and you keep it out in the yard. നിങ്ങൾ ഒരു നായയെ വാങ്ങി വീട്ടുമുറ്റത്ത് വളർത്തും. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദെയർ ട്രൈറ്റ്സ്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ നായകൾക്ക് അവയുടെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു പേരുകൾ ഇട്ടിരുന്നത്. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകതകൾ. മീനിങ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിക്കോണം. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ് യു കോൾ ഇറ്റ് ടൈഗർ. അപ്പം എങ്ങനെ ഇവർ പേരിട്ടിരുന്നത്? ഇപ്പം ശരീരത്തിൽ വരയൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ പേരിട്ടിരുന്നു? ടൈഗർ എന്ന് പേരിട്ടിരുന്നു. അപ്പം വരകളൊക്കെ ഉള്ള നായ്ക്കുട്ടികൾക്ക് അവർ ടൈഗർ എന്ന് പേരിട്ടിരുന്നു. ഇഫ് ഇറ്റ് ഈസ് വിഷ്യസ് യു കോൾ ഇറ്റ് ഡേഞ്ചർ. അപ്പം ഭയങ്കര അക്രമം
കാണിക്കുന്ന തരത്തിലുള്ള നായക്കുട്ടികളായിരുന്നെങ്കിൽ അവരെന്ത് പേരിട്ടു? ഡേഞ്ചർ എന്ന് പേരിട്ടു. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി. അപ്പൊ സ്പോട്ട്, കുത്തുകുത്തുകൾ, പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തിരുന്നു? അതിനെ സ്പോട്ടി എന്ന് വിളിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് നായക്കുട്ടികൾക്ക് പേരിട്ടത്? അവയെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, അവയുടെ ശരീരത്തിലെ മാർക്കുകളും വരകളും ഒക്കെ നോക്കിയിട്ടായിരുന്നു ഇവര് പേരിട്ടിരുന്നത്. One day, some lady at my mom's work offered us 2 puppies. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ട്രെവറിന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു സ്ത്രീ ഇവർക്ക് എന്ത് ചെയ്തു? 2 നായക്കുട്ടികളെ സമ്മാനമായിട്ട് കൊടുക്കുകയാണേ. Mom brought them home and I was the happiest kid on earth. അമ്മ അവയെ വീട്ടിൽ എത്തിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടി ഞാനായിരുന്നു എന്നാണ് നമ്മുടെ ട്രെവർ പറയുന്നത്. She named them Foofy and Panther. അപ്പൊ അമ്മ അവയ്ക്ക് എന്ത് പേരാ ഇട്ടത്? ഫൂഫി എന്നും പാന്തർ എന്നും പേരിട്ടു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഫൂഫിയും പാന്തറിനെയും കണ്ടോ? ഫൂഫി എന്ന പേര് നോക്കാം. I don't know where her name came from. അപ്പൊ ഫൂഫി എന്നുള്ള പേര് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ലെന്നാണ് നമ്മളുടെ റൈറ്റർ പറയുന്നത്. Panther had a pink nose. So she was Pink Panther and eventually just Panther. അപ്പൊ പാന്തറിന് എങ്ങനെ ആ പേര് വന്നത്? അവൾക്ക് പിങ്ക് നിറമുള്ള ഒരു മൂക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം അവളെ പിങ്ക് പാന്തർ. അപ്പം 2 നായക്കുട്ടികളും പെൺകുട്ടികളാണ് കേട്ടോ, അത് ഓർത്തോണേ. പിങ്ക് പാന്തർ എന്ന് വിളിച്ചു. അപ്പൊ നോക്കിയേ, ആ മൂക്കിന്റെ ഒരു പിങ്ക് കളർ കണ്ടോ? അതുകൊണ്ടാണ് പാന്തറിനെ പിങ്ക് പാന്തർ എന്ന് വിളിച്ചത്. പിന്നീട് പാന്തറായിട്ട് അങ്ങ് മാറുകയാണ്. പാന്തർ എന്ന് അവർ വിളിക്കാൻ തുടങ്ങി. They were 2 sisters who loved and hated each other. അപ്പോൾ ഇവരെങ്ങനെയാ? 2 സഹോദരിമാരെ പോലെയായിരുന്നു. എങ്ങനെയാണ്? പരസ്പരം ഒരുപാട് സ്നേഹിക്കുകയും അതേസമയം ഒരുപാട് വഴക്കിടുകയും ചെയ്തിരുന്നു അവര്. സിസ്റ്റേഴ്സ് അങ്ങനെയല്ലേ? അതുപോലെയായിരുന്നു ഇവരും, നമ്മുടെ ഫൂഫിയും പാന്തറും. They would look out for each other. They would also fight all the time. It was a strange relationship. അപ്പൊ എന്താണ് പറയുന്നത്? അവരെപ്പോഴും പരസ്പരം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ അടിപിടി നടക്കും. അപ്പോൾ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ അവർ വളരെ വിചിത്രമായ അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. കണ്ടോ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ് എന്ന് കണ്ടോ? ഇങ്ങനെ വിചിത്രമായിട്ടുള്ള വഴക്കുണ്ടാക്കും, അതേസമയം നല്ല രീതിയിൽ അവർ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അടുത്ത് നോക്കിക്കോ. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്. അപ്പോൾ എന്താണ്? പാന്തറാണ് ആരുടെ പെറ്റ്? അമ്മയുടെ പെറ്റ് പാന്തറായിരുന്നു. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. ഫൂഫി, അതിന് മുമ്പ് ഒരു സെന്റൻസ് ഉണ്ട്, ഫൂഫി വാസ് മൈൻ, ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. അപ്പം എൻ്റെ നായ ഫൂഫിയാണ്. ഫൂഫി എങ്ങനെയായിരുന്നു? ഭയങ്കര സുന്ദരിയായിരുന്നു. അതുപോലെ തന്നെ ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. അപ്പം ശരീരഘടന എങ്ങനെയാണ്? ഭംഗിയുള്ളതും മുഖത്തെപ്പോഴും ഹാപ്പി ഫേസ് ആയിരുന്നു, സന്തോഷം നിറഞ്ഞ മുഖമൊക്കെ ആയിരുന്നു നമ്മളുടെ ഫൂഫിയുടെ. ഷീ ലുക്ക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. അപ്പൊ അവളെ എങ്ങനെയായിരുന്നു? അവളെ കണ്ടാൽ ഒരു തികഞ്ഞ ബുൾ ടെറിയർ പോലെയായിരുന്നു. ബുൾ ടെറിയർ എന്ന് പറഞ്ഞാൽ ഒരു ഇനത്തിലെ നായയാണ്. അപ്പൊ അതിനെ പോലെ ഭയങ്കര സൂപ്പർ ആയിരുന്നു എന്നാണ് നമ്മളുടെ ട്രെവർ പറയുന്നത്. പാന്തർ came out weird and scruffy looking. അപ്പൊ പാന്തർ എങ്ങനെയായിരുന്നു? അഴുക്ക് പിടിച്ചത്. പാന്തറിന്റെ രൂപം കുറച്ച് വിചിത്രവും കുറച്ച് അഴുക്ക് പിടിച്ചതുപോലെയൊക്കെ ആയിരുന്നു. അതാണ് ഈ സ്ക്രഫി ലുക്കിംഗ്, വൃത്തിയില്ലാത്ത പോലത്തെ ഒരു ലുക്കൊക്കെ ആയിരുന്നു നമ്മളുടെ പാന്തറിന് എന്നാണ് പറയുന്നത്. പാന്തർ വാസ് സ്മാർട്ട് വേറാസ് ഫൂഫി വാസ് ഡംബ്. പാന്തർ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്മാർട്ടായിരുന്നു. അപ്പൊ കാണാൻ ഇച്ചിരി വൃത്തിയൊക്കെ കുറവാണെങ്കിലും പാന്തറിന് ഭയങ്കര ഇന്റലിജൻസ് ആയിരുന്നു, ബുദ്ധിയായിരുന്നു. പക്ഷെ നമ്മുടെ ഫൂഫി എങ്ങനെയായിരുന്നു? കുറച്ച് ഇന്റലിജൻസ് നമ്മുടെ ഫൂഫിക്ക് കുറവായിരുന്നു. അതാണ് ഡംബ് എന്ന് പറയുന്നത്. Whenever we called her, Panther would come right away, but Foofy would not do anything. അപ്പം ഞങ്ങൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പാന്തർ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടി വരും. പക്ഷെ ഫൂഫി ഒന്നും ചെയ്യില്ല. Panther would run back and get Foofy and then they would both come. അപ്പൊ പാന്തർ എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് ഫൂഫിനെയും കൂടെ വിളിച്ചോണ്ട് വരും. It turned out that Foofy was deaf. അപ്പൊ പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് എന്ത്?
ഫൂഫി ഡെഫായിരുന്നു, ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താണ്, കുറച്ച് ഇൻ്റലിജൻസ് കുറഞ്ഞ ഒരു നായ്ക്കുട്ടിയാണ് ഫൂഫി. അവർക്ക് പ്രിയപ്പെട്ട ഫൂഫിക്ക് ഇൻ്റലിജൻസ് കുറവായിരുന്നു. പാന്തർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു, ഫൂഫിക്ക് കുറവായിരുന്നു എന്നായിരുന്നു ഇവർ വിചാരിച്ചത്. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഫൂഫി വാസ് ഡെഫ്, കുറച്ച് ചെവി കേൾക്കില്ലായിരുന്നു. ഇയേഴ്സ് ലേറ്റർ ഫൂഫി ഡൈഡ് വെൻ എ burglar was trying to break into our house. അപ്പോൾ എന്താ സംഭവിച്ചേ? വർഷങ്ങൾക്ക് ശേഷം ആരാണ്? കള്ളൻ. ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ എന്താണ് സംഭവിച്ചത്? ഒരു ട്രാജഡി. നമ്മളുടെ ഫൂഫി ഫൂഫി മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയാ മരണപ്പെട്ടത്? He pushed the gate over and it fell on her back and broke her spine. അപ്പം ഈ കള്ളൻ ഗേറ്റ് പുഷ് ചെയ്ത വഴി അത് തറയിൽ വീണിട്ട് നമ്മുടെ ഫൂഫിയുടെ പുറകിൽ വീണിട്ട് അവളുടെ സ്പൈൻ ഒടിഞ്ഞു. We took her to the vet and she had to be put down. അപ്പം ഞങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റൽ, ഡോക്ടറിനെ കാണാനായിട്ട്, മൃഗഡോക്ടറിനെ കാണാനായിട്ട് നമ്മൾ അവളെയും കൊണ്ട് പോയി. ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, എന്താണ്? ദയാവധം. അവൾ അത്രയും മരണത്തോട് മല്ലടിക്കുകയായിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവളെ ദയാവധം ചെയ്യേണ്ടി വന്നു. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ ദി വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദി ന്യൂസ്. അപ്പം ഡോക്ടർ ഇവളെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്നിട്ട് ഒരു ന്യൂസുമായിട്ട് ഡോക്ടർ വരികയാണ്. എന്ത് ന്യൂസാണ്? ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിങ് വിത്ത് എ ഡോഗ് ദാറ്റ് വാസ് ഡെഫ്, ഹി സെഡ്. കേൾവിശക്തി ഇല്ലാത്ത ഒരു നായയോടൊപ്പം ഇത്രയും കാലം ജീവിച്ചത് നിങ്ങളുടെ കുടുംബത്തിന് തീർച്ചയായും ഒരു വ്യത്യസ്ത അനുഭവം ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്ടർ വന്ന് ചോദിക്കുന്നത്. അപ്പം എന്താ സംഭവിച്ചത്? വാട്ട്? അപ്പോൾ കണ്ടോ, അപ്പം നമ്മുടെ ട്രെവറിൻ്റെ ഫാമിലി ചോദിക്കുക എന്ത്? അപ്പോൾ ട്രെവറിൻ്റെ ഫാമിലിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു നമ്മളുടെ ഫൂഫി ഡെഫ് ആണെന്നുള്ള കാര്യം. ഇവർ ഓർത്തു ഇൻ്റലിജൻസ് കുറവ് മാത്രമേ ഉള്ളെന്ന്. യു ഡിഡിൻ നോ യുവർ ഡോഗ് വാസ് ഡെഫ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങളുടെ ഡോഗ് ഡെഫ് ആയിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു? നോ വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു. നോ വി തോട്ട്, ഞങ്ങൾ ഓർത്തു നായക്കുട്ടി സ്റ്റുപ്പിഡ് ആണെന്ന്. സ്റ്റുപ്പിഡ് മീൻസ് കുറച്ച് ഇൻ്റലിജൻസ് കുറവായിരുന്നു എന്നാണ് ഞങ്ങൾ ഓർത്തത് എന്ന് നമ്മുടെ ഫൂഫിയുടെ ഫാമിലി പറയാണ്. That is when we realized that their whole lives the one dog had been telling the other dog what to do somehow. The smart hearing one was helping the doggy deaf one. അപ്പോൾ എന്താണ്? അപ്പോഴാണ് ഇവർക്ക് ഒരു വലിയ സത്യം മനസ്സിലായത്. എന്താണ്? ഇത്രയും കാലം കേൾവിശക്തിയുള്ള പാന്തർ എങ്ങനെയോ കേൾവിശക്തി ഇല്ലാത്ത ഫൂഫിയെ വഴി കാട്ടുകയും എന്ത് ചെയ്യണമെന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പം പറയാണ്, കേൾക്കാൻ കഴിയുന്നതും ബുദ്ധിയുള്ളതുമായ നായ കേൾക്കാൻ കഴിയാത്ത തൻ്റെ കൂട്ടുകാരിയെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഹെൽപ്പിംഗ് ദി എല്ലായ്പ്പോഴും സഹായിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഫൂഫി വാസ് എ ലവ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ട്രെവർ പറയാണ്, ഫൂഫി ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവൾ. ബ്യൂട്ടിഫുൾ, എന്താണ്? അതിസുന്ദരിയായിരുന്നു. ബട്ട് സ്റ്റുപ്പിഡ്, ഞങ്ങൾ കരുതുന്ന പോലെ ബുദ്ധിയില്ലാത്തവൾ. പറയാണ്, ഐ റേസ്ഡ് ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ വളർത്തിയത് ഞാനാണ്. റേസ് ചെയ്തത്, വളർത്തിയത് ഞാനാണ്. ഐ പോട്ടി ട്രെയിൻഡ് ഹെർ. പോട്ടി ട്രെയിൻ, ഞാനാണ് അവളെ പോട്ടി ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നായക്കുട്ടികളെ ഈ ശുചിത്വ ശീലങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കില്ലേ? അതായത് എവിടെയൊക്കെയാണ് യൂറിൻ പാസ് ചെയ്യേണ്ടത്, സ്റ്റൂള് പാസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും. ദാറ്റ് ഈസ് പോട്ടി ട്രെയിനിങ്. അപ്പം നമ്മളുടെ ട്രെവറാണ് നമ്മുടെ ഫൂഫീനെ പോട്ടി ട്രെയിൻ ചെയ്തത്. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. അപ്പോൾ എൻ്റെ ബെഡിൽ അവളെ ഞാൻ കിടത്തിയിരുന്നു, എൻ്റെ കൂടെ അവൾ ഉറങ്ങിയിരുന്നു. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. അപ്പോൾ ഒരു നായക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണെന്നാണ് ആര് പറയുന്നത്? ട്രെവർ പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ബൈസൈക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. അപ്പോൾ എങ്ങനെയാണ്? അതൊരു സൈക്കിൾ സ്വന്തമാക്കിയതുപോലെയാണ്, പക്ഷേ വികാരങ്ങളുള്ള ഒരു സൈക്കിൾ. അപ്പം ജീവനുള്ള ഒരു സൈക്കിളാണ് എന്നാണ് പറയുന്നത്. വികാരങ്ങളൊക്കെ ഉള്ള ഒരു സൈക്കിൾ പോലെയാണ് ഒരു നായക്കുട്ടിയെ കിട്ടുന്നത് എന്നാണ് നമ്മളുടെ ട്രെവർ പറയുന്നത്. ഫൂഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ. ഫൂഫി കുഡ് ജംപ്. അപ്പം പറയാണ്, ഫൂഫിക്ക് പലവിധ അഭ്യാസങ്ങൾ ചെയ്യാൻ അറിയായിരുന്നു. അവൾക്ക് നല്ല രീതിയിൽ ചാടാൻ കഴിയും. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഫൂഫിയുടെ ചാട്ടം
ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. I would hold a piece of food out above my own head and she would leap up and grab it like it was nothing. അപ്പം ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഭക്ഷണ കഷ്ണം ഉയർത്തിപ്പിടിച്ചാൽ അവൾ എന്ത് ചെയ്യും? അനായാസം മുകളിലേക്ക് കുതിച്ചു ചാടി അത് വായിലെടുക്കും. കണ്ടോ? ഫൂഫിയുടെ കഴിവുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. If social media was around then, Fufi would have been a star. അപ്പോൾ പറയാണ്, ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി എന്തായിരുന്നേനെ? ഒരു വലിയ സ്റ്റാർ ആയിരുന്നേനെ. ഫൂഫിയുടെ വീഡിയോയും ഫൂഫിയുടെ കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഫൂഫി ഒരു സ്റ്റാർ ആയി മാറിയേനെ എന്നാണ് ട്രെവർ പറയുന്നത്. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ. അപ്പം ഫൂഫി ഒരു ചെറിയ റാസ്കൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. റാസ്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വികൃതി കുട്ടിയായിരുന്നു. During the day, we kept the dogs in the backyard, which was enclosed by a wall at least 5 feet high. അപ്പോൾ എന്താണ് പറയുന്നത്? പകൽ സമയത്ത് ഞങ്ങൾ നായകളെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു മുറ്റത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 അടി ഉയരമുള്ള മതിൽ അതിനെ ചുറ്റിയിരുന്നു. After a while, every day we would come home and Fufi would be sitting outside the gate waiting for us. അപ്പം ഫൂഫി എന്താ ചെയ്തിരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓരോ വൈകുന്നേരവും ഇവർ വീട്ടിലെത്തുമ്പോൾ ഫൂഫി ഗേറ്റിന് പുറത്ത് ഇവരെ കാത്തിരിക്കുന്നതായിട്ട് കാണാമായിരുന്നു. അപ്പം ഗേറ്റിനകത്ത് ഇവരെ ഫൂഫിനെയും പാന്തറിനെയും കൂടെ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ഇവർ പുറത്തു പോകും. തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൂഫി എവിടെയുണ്ട്? ഗേറ്റിന് പുറത്തുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കും. It never occurred to us that she could actually scale a 5 feet wall, but that was exactly what was happening. അതായത് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല ഈ ഒരു 5 ഫീറ്റ് നീളമുള്ള ഈ ഒരു മതിൽ കടന്ന് ഫൂഫി വരുമോ, എന്താ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു എന്നാണ് നമ്മളുടെ ട്രെവർ പറയുന്നത്. എവറി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ us to leave. അപ്പോൾ ഫൂഫി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? വികൃതി കുട്ടിയായി ഫൂഫി എല്ലാ രാവിലെയും ഇവർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ജമ്പ് ഓവർ ദി വോൾ ആൻഡ് ഗോ റോമിങ് അറൗണ്ട് ദി നെയ്ബർഹുഡ്. കണ്ടോ? വെയിറ്റ് ചെയ്യും. അവർ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുറത്തൂടെ ചാടി ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ പോയി ഫൂഫി കറങ്ങി അടിച്ച് നടക്കും. അപ്പം അതായിരുന്നു ഫൂഫിയുടെ പരിപാടി. I caught her one day when I was home for the school holidays. അപ്പോൾ ഒരു ദിവസം സ്കൂൾ അവധിക്കാലത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാനത് നേരിട്ട് കണ്ടു എന്നാണ് ട്രെവർ പറയുന്നത്. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക് ആൻഡ് ഐ വാസ് ഇൻ ദി ലിവിംഗ് റൂം. അപ്പോൾ അമ്മ അന്ന് ജോലിക്ക് പോയി, ഞാൻ ലിവിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫൂഫി ഡിഡ് നോട്ട് നോ ഐ വാസ് ദെയർ. ഞാൻ വീട്ടിലുണ്ടെന്ന് ആർക്കറിയില്ലായിരുന്നു? ഫൂഫിക്ക് അറിയില്ലായിരുന്നു. ഷി തോട്ട് ഐ വാസ് ഗോൺ ബിക്കോസ് ദി കാർ വാസ് ഗോൺ. അപ്പോൾ കാറ് പോയി, അമ്മ ജോലിക്ക് പോയല്ലോ, അപ്പോൾ കാറ് പോയതുകൊണ്ട് ഞാനും പോയി കാണുമെന്ന് ഫൂഫി അങ്ങ് വിചാരിച്ചു. I heard Panther barking in the backyard, looked out and there was Fufi scaling the wall. അപ്പം പാന്തർ കിടന്ന് അലയ്ക്കുന്ന കേട്ടിട്ട് ബാക്ക് യാർഡിലേക്ക് നമ്മുടെ ട്രെവർ വന്ന് നോക്കുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യാണ്? ഫൂഫി സ്കെയിലിംഗ് ദി വോൾ. സ്കെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈംബിങ് ഓവർ ദി വോൾ. ക്ലൈംബ് ചെയ്ത് ചാടി താണ്ട് പിക്ചറിൽ കാണിക്കുന്ന പോലെ ചാടി അപ്പുറത്തേക്ക് പോവാണ്. ആര്? നമ്മുടെ ഫൂഫി. I couldn't believe what was happening. എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. I ran out front, grabbed my bicycle and followed her to see where she was going. അപ്പം ഞാൻ എന്ത് ചെയ്തു? ചാടി എൻ്റെ ബൈസൈക്കിളൊക്കെ എടുത്തിട്ട് അവളുടെ പുറകെ അവളെ ഫോളോ ചെയ്തു പോയി. എന്തിനാ? അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ട്രെവർ അവളുടെ പുറകെ പോവാണ്. She went a long way, many streets over. അപ്പം അവൾ എന്ത് ചെയ്തു? ഒരുപാട് ദൂരം പോയി, ഒരുപാട് തെരുവുകൾ കടന്ന് പോവാണ്. To the another part of the neighborhood. അപ്പോൾ അയൽവക്കത്തിൻ്റെ മറ്റൊരു ഭാഗത്തെത്തിയിട്ട് then she went up to this other house and jumped over the wall and into the backyard. What the hell was she doing? അപ്പം ഇവൾ എന്തായി ചെയ്യുന്നത്? അവൾ ഒരു വീടിൻ്റെ മതിലൊക്കെ ചാടി കടന്ന് പിന്നാമ്പുറത്തേക്ക് കയറുന്ന കണ്ടിട്ട് ട്രെവർ വിചാരിക്കുകയാണ് ഇവൾ എന്തുവാ ഈ ചെയ്യുന്നതെന്ന്. I went up to the gate and rang the doorbell. അപ്പം ഞാൻ ആ ഗേറ്റിനരികിൽ എത്തിയിട്ട് അങ്ങോട്ട് ബെല്ലടിച്ചു. എ കിഡ് ആൻസേർഡ്. അപ്പോൾ ഒരു കുട്ടിയാണ് വാതിൽ തുറന്ന് വന്നത്. അപ്പം കുട്ടി ചോദിക്കണേ, മേ ഐ ഹെൽപ്പ് യു? നിനക്ക് എന്താണ് വേണ്ടത്? യാ, മൈ ഡോഗ് ഈസ് ഇൻ യുവർ യാർഡ്.
അപ്പൊ പറയാണ് എൻ്റെ നായക്കുട്ടി നിന്റെ മുറ്റത്തുണ്ട്. വാട്ട്? അപ്പൊ കുട്ടി ചോദിക്കണേ എന്ത്? അപ്പൊ നമ്മുടെ ട്രെവർ പറയാണ് മൈ ഡോഗ് ഷീസ് ഇൻ യുവർ യാർഡ്. ഓക്കെ, എൻ്റെ നായക്കുട്ടി നിങ്ങളുടെ മുറ്റത്തുണ്ടെന്ന് അപ്പോഴത്തേക്കിനും ട്രെവർ പറഞ്ഞു. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ അസ്. കണ്ടോ പിക്ചറിൽ നോക്കിക്കേ, ഫൂഫി വന്നിട്ട് ഇവർ രണ്ടുപേരെ നടുക്കങ്ങിരിക്കുകയും ചെയ്തു. ഫൂഫി കം ഐ സെഡ്. അപ്പം നമ്മുടെ ട്രെവർ പറയാണ് ഫൂഫി വാ, ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. ദിസ് കിഡ് ലുക്ക്ഡ് അറ്റ് ഫൂഫി ആൻഡ് കോൾഡ് ഹർ ബൈ സം അതർ സ്റ്റുപ്പിഡ് നെയിം. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഫൂഫിയെ നോക്കിയിട്ട് വേറെ പേരൊക്കെ വിളിക്കുകയാണ്. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദി ഹൗസ്. അപ്പോൾ ആ കുട്ടി പറയാണ് സ്പോട്ടി വീട്ടിനകത്ത് കയറിപ്പോ എന്നൊക്കെ പറയാണ്. വാ വാ ഐ സെഡ് സ്പോട്ടി ദാറ്റ്സ് ഫൂഫി. അപ്പോഴത്തേക്കും ട്രെവറിന് അങ്ങ് ടെൻഷനായി. ട്രെവർ പറയാണ് എന്നാ ഈ പറയുന്നത്, സ്പോട്ടിയോ? അത് എൻ്റെ ഫൂഫിയാ. നോ ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. ആ കുട്ടി വീണ്ടും പറയുന്നു അല്ല ഇതെൻ്റെ സ്പോട്ടിയാണ്. നോ ദാറ്റ് ഈസ് ഫൂഫി മൈ ഫ്രണ്ട്. നോ ദിസ് ഇസ് സ്പോട്ടി. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഷി ഡസൻ ഈവൻ ഹാവ് സ്പോട്ട്സ്. അപ്പം നമ്മുടെ ട്രെവർ ചോദിക്കുകയാണ് ഇതെങ്ങനെ സ്പോട്ടി ആകും? അവൾക്ക് സ്പോട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്പോട്ടി എന്ന് പേരിട്ടത്? യു ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. നീ എന്നതാ പറയുന്നതെന്ന് നിനക്കറിയില്ല. ദിസ് ഇസ് സ്പോട്ടി. ഇവർ തമ്മിൽ ഒരു ചെറിയ വഴക്കിലേർപ്പെടുകയാണ്. ദിസ് ഇസ് സ്പോട്ടി, ഫൂഫി, സ്പോട്ടി, ഫൂഫി. കണ്ടോ, രണ്ടു കുട്ടികളും കൂടെ നായക്കുട്ടിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഓഫ് കോഴ്സ് സിൻസ് ഫൂഫി വാസ് ഡെഫ് ഷി ഡിഡ്ന്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. അപ്പോൾ എന്താ നമ്മുടെ ഫൂഫി ഓൾറെഡി ഡെഫ് ആണല്ലോ. അപ്പോൾ ഫൂഫി സ്പോട്ടി എന്ന് വിളിച്ചാലും ഫൂഫി എന്ന് വിളിച്ചാലും എന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. ഷി ജസ്റ്റ് സ്റ്റുഡ് ദെയർ. അവിടെ നിൽക്കുക മാത്രമേ നമ്മുടെ ഫൂഫി ചെയ്തുള്ളൂ. ഐ സ്റ്റാർട്ടഡ് കേഴ്സിങ് ദി കിഡ് ഔട്ട്. ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിയെ കേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഗിവ് മീ ബാക്ക് മൈ ഡോഗ്. എൻ്റെ നായക്കുട്ടിയെ എനിക്ക് തിരിച്ചു തരൂ. ഐ ഡോണ്ട് നോ ഹൂ യു ആർ ഹി സെഡ്. അപ്പോൾ ആ കുട്ടി പറയാണ് എനിക്ക് നീ ആരാണെന്നൊന്നും അറിയില്ല. ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. നിനക്ക് നല്ലത് ഈ വീട്ടിന് പുറത്ത് നീ പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ആ കുട്ടി പറയാണേ. Then he went into the house and got his mom and she came out. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ വീട്ടിനകത്ത് പോയിട്ട് ആ കുട്ടിയുടെ അമ്മയുമായിട്ട് പുറത്തേക്ക് വന്നു. What do you want? she asked. അപ്പം കുട്ടിയുടെ അമ്മ ചോദിക്കുവാണ് നിനക്ക് എന്നാ വേണ്ടത്? That is my dog. അത് എൻ്റെ നായയാണ്. ആര് പറയുവാ? നമ്മളുടെ ട്രെവർ പറയാ. This is our dog. Go away. അപ്പോൾ അവർ പറയാണ് ഇത് ഞങ്ങളുടെ നായയാണ്, ഇവിടെ നിന്ന് പോകൂ. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. അപ്പം നമ്മുടെ പാവൻ ട്രെവർ കുട്ടി എന്ത് ചെയ്യേ, കരയാനായിട്ട് തുടങ്ങി. വൈ ആർ യു സ്റ്റീലിംഗ് മൈ ഡോഗ്? ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബെഗ്ഡ് ഹർ. എന്തിനാ എൻ്റെ നായക്കുട്ടിയെ സ്റ്റീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. എന്തിനാ എൻ്റെ നായക്കുട്ടിയെ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നമ്മുടെ ട്രെവർ, കരഞ്ഞുകൊണ്ട് പോവാണ്. ഫൂഫി വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? അപ്പം നീ എന്തിനാ ഫൂഫി എന്നോട് ഇത് ചെയ്യുന്നത്? വൈ ഫൂഫി വൈ ഐ കോൾ ടു ഹർ. അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ട് ചോദിക്കുക എന്തിനാ ഫൂഫി നീ എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്തിനാ ഫൂഫി നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മുടെ ട്രെവർ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഐ കോൾ ടു ഹർ, ഐ ബെഗ്ഡ് ഹർ ടു കം. ഫൂഫി വാസ് ഡെഫ് ടു മൈ പ്ലീസ് ആൻഡ് എവറിത്തിങ് എൽസ്. അപ്പം ഫൂഫിക്ക് എൻ്റെ അപേക്ഷകളും മറ്റെല്ലാ ശബ്ദങ്ങളും എന്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ആക്ച്വലി കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവരിത് അറിഞ്ഞത് എപ്പോഴാണ്? നമ്മുടെ ഫൂഫി കള്ളൻ കയറി കഴിഞ്ഞപ്പോൾ ഫൂഫിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഡോക്ടർ പറയുമ്പോഴാണ് ഇവർ അറിയുന്നത് ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു എന്നുള്ള കാര്യം. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം, ടീയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. അപ്പം ഞാൻ സൈക്കിൾ എടുത്ത് വീട്ടിൽ പോയി. അപ്പം കണ്ണിക്കൂടെ ഒരുപാട് കണ്ണുനീരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്. എനിക്ക് ഫൂഫിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. To see her with another boy acting like she didn't know me after I raised her, after all the nights we spent together, I was heartbroken. അപ്പം എന്താണ്, ഫൂഫി അത്രയേറെ സ്നേഹിച്ചിരുന്നു. ഞാൻ വളർത്തിയ നായ എത്രയോ രാത്രികളിൽ എന്നോടൊപ്പം ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം മറ്റൊരു കുട്ടിയുടെ കൂടെ എന്നെ അറിയാത്ത പോലെ പെരുമാറുന്നത് കണ്ടപ്പോഴത്തേക്കിനും എനിക്കങ്ങ് വിഷമായി എന്നൊക്കെ നമ്മളുടെ ട്രെവർ ചിന്തിക്കുകയാണ്. That evening ഫൂഫി didn't come home. അപ്പോൾ അന്ന് വൈകുന്നേരം ഫൂഫി വീട്ടിലേക്ക് വന്നില്ല. ബിക്കോസ് ദി അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദെയർ ഡോഗ്. ദേ ഹാഡ് ലോക്ക് ഹർ ഇൻസൈഡ്. അപ്പം മറ്റേ ഫാമിലി എന്തോർത്തു, ഫൂഫീനെ
നമ്മുടെ ട്രെവർ മോഷ്ടിക്കാൻ വന്നതാന്ന് ഓർത്തിട്ട് അന്നത്തെ ദിവസം അവർ കഥ അടച്ച് നമ്മുടെ ഫൂഫീനെ ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടെ ആ വീട്ടിലങ്ങ് ലോക്ക് ചെയ്തിട്ടു. So she make it back the way she normally did, wait for us outside the fence. അപ്പം പതിവ് പോലെ മതിൽ ചാടിക്കിടന്ന് ഞങ്ങളെ കാത്തിരിക്കാൻ അവൾ പുറത്തേക്ക്, അത് കാരണം അവൾക്ക് വരാൻ കഴിഞ്ഞില്ല, കാരണം അവളെ അവർ പൂട്ടിയിട്ടു. മൈ മോം ഗോട്ട് ഹോം ഫ്രം വർക്ക്. അപ്പം അമ്മ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ഐ വാസ് ഇൻ ടീയേഴ്സ്. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ടോൾഡ് ഹർ ഫൂഫി ഹാഡ് ബീൻ കിഡ്നാപ്ഡ്. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു ഫൂഫിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന്. വി വെന്റ് ബാക്ക് ടു ദി ഹൗസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആ വീട്ടിലേക്ക് തിരിച്ചു പോയി. മൈ മോം റാങ് ദി ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദി മോം. അപ്പം ഞങ്ങളുടെ അമ്മ എന്ത് ചെയ്തു, എൻ്റെ അമ്മ എന്ത് ചെയ്തു, ബെല്ലടിച്ചിട്ട് ആ സ്ത്രീയോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ചോദ്യം ചെയ്യാൻ വേണ്ടി പോയേക്കുക. ലുക്ക്, ദിസ് ഈസ് അവർ ഡോഗ്. ദ ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്. അപ്പം പറയാണ്, നോയിക്കേ, ഇത് എൻ്റെ ഡോഗാണ്. അപ്പോഴത്തേക്കിനും ആ സ്ത്രീ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാണ്. ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്, വി ഓർ ബോട്ട് ദിസ് ഡോഗ്. അപ്പം ഇത് നിന്റെ നായക്കുട്ടിയൊന്നുമല്ല, ഞങ്ങളാണ് ഈ നായക്കുട്ടിയെ മേടിച്ചത്, ഞങ്ങളുടെ നായക്കുട്ടിയാ. യു ഡിഡ്ന്റ് ബൈ ദി ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. അപ്പം അവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, വഴക്കുണ്ടാക്കുകയാണ്. ഇത് എൻ്റെ നായക്കുട്ടിയാണ്, എൻ്റെ നായക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. ദേ വെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാദിക്കുകയാണ്. ദിസ് വുമൺ വാസ് ഇൻ ബർജിങ്, സോ വി വെന്റ് ഹോം ടു ഗെറ്റ് എവിഡൻസ്. അപ്പം ആ സ്ത്രീ വാദത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കാതെ ഇങ്ങനെ നിന്നത് കാരണം ഇവരെന്ത് ചെയ്തു, വീട്ടിൽ പോയിട്ട് തെളിവെടുക്കാൻ തീരുമാനിച്ചു. പിക്ചേഴ്സ് ഓഫ് us വിത്ത് ദി ഡോഗ്സ്, അതായത് നമ്മുടെ ഫൂഫിയുമായിട്ടുള്ള പിക്ചർ, ഫോട്ടോസ്, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദി വെറ്റ്. അപ്പം ഇതിനെ മേടിച്ച സമയത്തുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെവറും അമ്മയും കൂടെ തിരിച്ചു പോവുകയാണ്. ഐ വാസ് ക്രൈങ് ദി ഹോൾ ടൈം ആൻഡ് മൈ മോം വാസ് ലോസിങ് ഹെർ പേഷ്യൻസ് വിത്ത് മീ. അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവൻ സമയവും. അപ്പം അമ്മയ്ക്ക് അങ്ങ് ക്ഷമ നഷ്ടപ്പെട്ടു. അതായത് കുട്ടി എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് അങ്ങ് ദേഷ്യമായി, കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. അപ്പോഴത്തേക്കിനും അമ്മ പറയാണ്, സ്റ്റോപ്പ് ക്രൈങ്, വി വിൽ ഗെറ്റ് ദി ഡോഗ്, കാം ഡൗൺ. നീ ഒന്ന് കരച്ചിൽ നിർത്തിക്കുക, നമുക്ക് നായയെ തിരികെ കിട്ടും, നീ ഒന്ന് ശാന്തനായിക്കുക എന്നൊക്കെ അമ്മ പറയാണ്. വി ഗ്യാതേർഡ് അപ്പ് ഡോക്യുമെന്റേഷൻ ആൻഡ് വെന്റ് ബാക്ക് ടു ദി ഹൗസ്. ഞങ്ങൾ ആവശ്യമായ രേഖകളും എടുത്ത് വീട്ടിലേക്ക് എത്തി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് അസ്. അപ്പം ഈ സമയം ഞങ്ങൾ പാന്തറിനെയും കൂടെ കൊണ്ടുപോയി. ആസ് പാർട്ട് ഓഫ് പ്രൂഫ്, അപ്പോൾ ഒരു പ്രൂഫ് ആയിക്കോട്ടെ എന്ന് കരുതി ഡോക്യുമെന്റ്സും പിന്നെ നമ്മളുടെ പാന്തറിനെയൊക്കെ ആയിട്ട് ഇവർ പോവാണ്. മൈ മോം ഷോഡ് ദിസ് ലേഡി ദി പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദി വെറ്റ്. അപ്പോൾ ഈ ഫോട്ടോസും ഡോക്യുമെൻറ്റും വെറ്റിൽ നിന്ന് കിട്ടിയ, വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ എല്ലാം കാണിക്കുകയാണേ. ഷീ സ്റ്റിൽ വുഡിൻ ഗീവ് എസ് ഫൂഫി. ഇതെല്ലാം കാണിച്ചിട്ട് ഇവള്, ആ സ്ത്രീ ഫൂഫിയെ തരാനായിട്ട് തയ്യാറാവുന്നില്ല. ഫൈനലി മൈ മോം സെഡ്, ഓക്കെ ഐ വിൽ ഗിവ് യു 100 rand. ഓക്കെ, അത് ആഫ്രിക്കൻ മണിയാണ്. അവസാനം നമ്മുടെ ട്രെവറിൻ്റെ അമ്മ പറയാണ്, ഓക്കെ ഞാൻ നിങ്ങൾക്ക് 100 rand തരാം, അതായത് ഒരു 100 units ഓഫ് സൗത്ത് ആഫ്രിക്കൻ മണി, പണം നിങ്ങൾക്ക് തന്നേക്കാം എന്ന് നമ്മളുടെ ട്രെവറിൻ്റെ അമ്മ പറഞ്ഞു. ഫൈൻ, ദ ലേഡി സെഡ്. അപ്പോൾ ആ ലേഡി എന്ത് പറഞ്ഞു, ഓക്കെ. അപ്പോൾ പൈസ കൊടുക്കാനായപ്പോൾ ആ ലേഡി നായക്കുട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. മോം ഗേവ് ഹെർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫൂഫി ഔട്ട്. അപ്പോൾ പണം വാങ്ങിക്കഴിഞ്ഞിട്ട് ഫൂഫിനെ ഇവർക്ക് തിരിച്ചു കൊടുത്തു. ദിസ് അതർ കിഡ് ഹു തോട്ട് ഫൂഫി വാസ് സ്പോർട്ടി ഹാഡ് ടു വാച്ച് ദിസ് മദർ സെൽ ദി ഡോഗ് ഹി തോട്ട് ഹി വാസ് ഹിസ്. അപ്പം ഇത്രയും നേരം സ്പോർട്ടി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തൻ്റെ നായക്കുട്ടിയെ അമ്മ പണത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ നമ്മളുടെ മറ്റേ കുട്ടിക്ക് കഴിഞ്ഞുള്ളൂ. അതാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത് നോക്കിയാലോ. നൗ ഹി സ്റ്റാർട്ടഡ് ക്രൈങ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയാണെങ്കിൽ അങ്ങ് കരയാനായിട്ട് തുടങ്ങുകയാണ്. സ്പോർട്ടി, നോ മോം ഡോണ്ട് സെൽ സ്പോർട്ടി. അപ്പോൾ കുട്ടിക്ക് അങ്ങ് വിഷമായി. ഇപ്പോൾ സ്പോർട്ടി എന്ന് വിളിച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, കരയാണ്. ഐ ഡിഡ്ന്റ് കെയർ, ഐ ജസ്റ്റ് വാണ്ടഡ് ഫൂഫി ബാക്ക്. അപ്പം നമ്മുടെ ട്രെവർ പറയാണ്, ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല, എനിക്കിതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് എൻ്റെ ഫൂഫിയെ തിരിച്ചു വേണം. സോ ട്രെവർ എന്ത് ചെയ്തു, ഇതൊന്നും മൈൻഡ് ആക്കിയില്ല. Once Foofy saw Panther, she came right away. The dogs left
with us and we walked. അപ്പം പാന്തറിനെ കൂടെ കണ്ടപ്പോഴത്തേക്കിന് ഫൂഫി ഓടി വന്നിട്ട് ഞങ്ങളുടെ കൂടെ നടക്കാൻ തുടങ്ങി. I sobbed the whole way home. അപ്പം സോബ് ചെയ്തു. ഞാൻ വീട്ടിൽ പോകുന്ന വഴി മുഴുവനും ഞാൻ എന്ത് ചെയ്തു? കരഞ്ഞോണ്ടാ പോയത്. സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൺ. എൻ്റെ ഹൃദയമൊക്കെ ആകെ തകർന്നു പോയി. എന്തുകൊണ്ടായിരിക്കും? മൈ മോം ഹാഡ് നോ ടൈം ഫോർ മൈ വിന്നിങ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കംപ്ലൈൻ്റ് ഒന്നും കേൾക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പം അമ്മ ചോദിക്കുകയാണ്, വൈ ആർ യു ക്രൈങ്? അമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാ ഈ കരയുന്നേ? അപ്പം എന്താണ് നമ്മുടെ ട്രെവർ പറഞ്ഞത്? ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. അപ്പോൾ പറയാണ്, എൻ്റെ ഫൂഫിക്ക് വേറൊരു ആൺകുട്ടിയെ ഇഷ്ടമാണ്. ഇത്രയും നാളും അവൾ എൻ്റെ ആയിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി അവൾക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ്. എൻ്റെ ഫൂഫിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ട്രെവർ കരയുന്നത്. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? അതിനിപ്പോൾ എന്നാ? അത് നിന്നെ വേദനിപ്പിച്ചോ? ഇറ്റ് ഡിഡ്ന്റ് കോസ്റ്റ് യു എനിത്തിങ്. അത് നിനക്ക് ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഫൂഫി ഈസ് ഹിയർ. നിനക്ക് ഫൂഫിയെ കിട്ടിയല്ലോ. നിന്റെ അടുത്ത് ഫൂഫിയുണ്ട്. ഷീ സ്റ്റിൽ ലവ്സ് യു. നിന്നെ ഫൂഫി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആര് പറയാണ്? അമ്മ പറയാണ്. ഷീ ഈസ് യുവർ ഡോഗ്. അപ്പം അവൾ ആരാണ്? നിന്റെ നായക്കുട്ടി തന്നെയാണ് അവള്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ പറയാണ്, ഫൂഫിയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഹൃദയഭംഗം എന്നൊക്കെ പറയാണ്. നോ വൺ ഹാസ് എവർ ബിട്രേഡ് മീ മോർ ദാൻ ഫൂഫി. ഫൂഫിയേക്കാൾ കൂടുതൽ എന്നെ ആരും വേദനിപ്പിച്ചിട്ടില്ലെന്ന് എനിക്കങ്ങ് തോന്നി എന്ന് കുട്ടി പറയാണ്. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു പാഠമായിട്ട് മാറി. ദ ഹാർഡ് തിങ് വാസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫൂഫി വാസ് ഇൻ ചീറ്റിംഗ് ഓൺ മീ വിത്ത് അനദർ ബോയ്. ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്തായിരുന്നു? ഫൂഫി മറ്റൊരു കുട്ടിയോടൊപ്പം എന്നെ വഞ്ചിക്കുകയല്ലായിരുന്നു എന്ന സത്യം മനസ്സിലാക്കുക എന്നതായിരുന്നു. ഫൂഫി എന്നെ വഞ്ചിക്കുകയൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം ഇച്ചിരി പ്രയാസമായിരുന്നു നമ്മളുടെ ട്രെവറിനെ സംബന്ധിച്ച്. ഷീ വാസ് മിയർലി ലിവിങ് ഹർ ലൈഫ് ടു ദി ഫുള്ളസ്റ്റ്. അപ്പോൾ അവൾ എന്താ ചെയ്തിരുന്നേ? അവൾ തൻ്റെ ജീവിതം കഴിയുന്നത്ര സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. until I knew that she was going out on her own during the day. Her own relation hadn't affected me at all. പകല് സമയത്ത് അവൾ ഒറ്റയ്ക്ക് പുറത്തു പോയി മറ്റൊരു കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്ന കാലം വരെയും എന്തായിരുന്നു? ആ ബന്ധം എന്നെ ഒരിക്കലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ട്രെവർ പറയാണ്. ഫൂഫി ഹാഡ് നോ മലീഷ്യസ് ഇൻറ്റൻറ്റ്. എന്താണ്? ഫൂഫിക്ക് എന്നെ വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ വഞ്ചിക്കണമെന്നോ എനിക്ക് ദോഷം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശവും നമ്മുടെ ഫൂഫിക്കില്ല. They will come to me angry and crying and talking about how they have been cheating on and lied to. അപ്പോൾ അവർ ദേഷ്യത്തോടെയും കണ്ണീരോടെയും എൻ്റെ അടുത്ത് വരും. ആരോ തങ്ങളെ ചതിച്ചു എന്നും ഒക്കെ കള്ളം പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞിട്ട് അവർ വിഷമിക്കും. നമ്മുടെ ട്രെവറിൻ്റെ അടുത്ത് വന്നിട്ട് ട്രെവറിൻ്റെ ഫ്രണ്ട്സ് പറയും, എന്നെ അവർ ചതിച്ചു, എന്നെ അവർ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയും. And I feel for understand what they are going through. I sit with them and buy them a drink and I say, friend, let me tell you a story of Fufi. അപ്പം അവരോട് എനിക്ക് സഹതാപം തോന്നും. കാരണം വേറൊരാൾ പറ്റിച്ചു, ആ വിഷമമൊക്കെ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ അടുത്തിരുത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ട്രെവറിന് വിഷമം വരാറൊക്കെ ഉണ്ട്. അവരനുഭവിച്ച വേദനയൊക്കെ നമ്മുടെ ട്രെവറിന് മനസ്സിലാവും. പക്ഷേ ട്രെവർ എന്ത് ചെയ്യും? അവരുടെ കൂടെ ഇരിക്കും. എന്നിട്ട് അവർക്കൊപ്പം ഒരു ഡ്രിങ്ക്, എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് അവർ പറയും, അവരോട് എന്താണ് നമ്മളുടെ ട്രെവർ പറയുന്നത്? സുഹൃത്തേ, ഫൂഫിയുടെ കഥ ഞാൻ നിന്നോട് പറയാം. അപ്പം നിങ്ങൾ വിഷമിച്ച് വന്ന് മുന്നിലിരിക്കുന്ന ഒരാളോട് ഫൂഫിയുടെ കഥ പറയാം എന്നാണ് നമ്മുടെ ട്രെവർ പറയുന്നത്. എന്താണ് ആ ഫൂഫിയുടെ കഥയിൽ നിന്ന് നമ്മുടെ ട്രെവർ മനസ്സിലാക്കിയത്? ട്രെവറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഫൂഫിനെ, അല്ലേ? പക്ഷെ ഫൂഫി ജീവനോടെ ഉണ്ടോ? ഇല്ല. ഫൂഫി മറ്റൊരു കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രെവറിനെ പറ്റിച്ചിട്ട് വേറൊരു കുട്ടിയുടെ പോയതാണോ? അല്ല. ഫൂഫിയുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കുകയായിരുന്നു. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ തിരിച്ച് നമ്മളെ സ്നേഹിക്കണം, അതേ രീതിയിൽ തന്നെ നിൽക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. അവർ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടേതായ രീതിയിലുള്ള ശരികളായിരിക്കും എന്നുള്ള ഒരു അനുഭവമാണ്, എന്നുള്ള ഒരു അറിവാണ് നമ്മളുടെ ട്രെവറിന് നമ്മുടെ ഫൂഫി കൊടുത്തത്. അപ്പം ആ ഒരു കഥ, ഫൂഫിയുടെ കഥ മറ്റുള്ളവരോട് വിഷമിച്ച് വന്നിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ട്രെവർ തൻ്റെ ഈ ഒരു അനക്ഡോട്ട്, ഈ ഒരു ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ, ഫൂഫിയുടെ കഥ. അപ്പം
താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസ് വേണം, എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, എന്തെങ്കിലുമൊക്കെ കുറയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു.